അങ്ങനെ പുതിയൊരു യൂട്യൂബ് വീഡിയോയുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ എന്ന് എടുത്തു പറഞ്ഞൊരു കാര്യം, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ വീട് പണി ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടും യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ചെറിയൊരു ഗ്യാപ്പ് ഈ പറയുന്ന യൂട്യൂബ് വീഡിയോകൾക്ക് ഇടയിലിടയിൽ വരാറുണ്ട്. ചെറുതല്ല, വലിയ ഗ്യാപ്പ് തന്നെ വരാറുണ്ട്. ഒരു മാസത്തിന് മുമ്പൊക്കെ ആയിരിക്കും ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ചെറിയൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. ഇന്ന് രാവിലെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ നോക്കുന്ന സമയത്ത് സജീവമായിട്ട് കാണുന്നൊരു കാര്യമാണ് പോലീസുകാർ തങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാർക്കെതിരെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുകയും ഈ പറയുന്ന പോലെ പേഴ്സണലായിട്ടുള്ള ദേഷ്യം തീർക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാർക്കെതിരെ കേസ് എടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പല പല വീഡിയോസും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കാണാറുള്ളതാണ്. പലതും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഇന്ന് എടപ്പള്ളിയിൽ വെച്ച് 3-4 പേർക്കുണ്ടായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്, ഒരു കൂട്ടുകാരൊത്ത് എടപ്പള്ളിയിൽ എവിടേക്കോ ചായ കുടിക്കാനായിട്ട് പോയ 3-4 പേർക്ക് ഈ പറയുന്ന പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഇന്ന് രാവിലെ തൊട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയാക്കപ്പെടുന്നതും ഒരുപാട് ഈ പറയുന്ന പോലെ ഒരു കോൺട്രവേഴ്സിക്ക് ഇരയാകുന്നതും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നലെ രാത്രി മുതൽ ഈ പറയുന്ന ഇന്നലെ രാത്രിയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. ഇന്ന് രാവിലെയാണ് ഇത് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന കുറച്ച് കൂട്ടുകാരൊരുമിച്ച് ചായ കുടിക്കാൻ എന്തോ രാത്രി പുറത്തേക്ക് പോയ സമയത്ത് ഇവർ കഞ്ചാവ് അടിക്കുന്ന പിള്ളേരാണ്, അതുപോലെ തന്നെ ഇവർക്കെതിരെ കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പോലീസുകാർ ഇവർക്കെതിരെ മെക്കിട്ട് കയറാൻ പോകുന്ന ഒരു വീഡിയോ ഈ പറയുന്ന 3-4 പേര് കൊളാബ് ചെയ്തിട്ട് തങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐഡിയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം, അതിനെ ബന്ധപ്പെട്ട് സംസാരിക്കാം. ഇവിടെ നിന്ന് കരഞ്ഞാ പോയിട്ടുള്ളൂ എല്ലാരും. ഞങ്ങളുടെ സ്റ്റേഷനിൽ നിന്ന് കരഞ്ഞാ പോയിട്ടുള്ളൂ. നിന്റെ അച്ഛനും എല്ലാരും തല്ലള്ള ആരും തല്ലള്ള ഞങ്ങള് അത് തല്ലണ്ട അല്ലാതെ 2 ഫയർ വീണത്. നമസ്കാരം. നമ്മളിപ്പോ ഉള്ളത് എടപ്പള്ളി ഗ്രീൻ മാംഗോ എന്ന് പറഞ്ഞ കടയുടെ അവിടെയാണ് ഉള്ളത്. അപ്പൊ കുറച്ചു നേരത്തെ ഞങ്ങളോട് ചായ പിടിക്കാൻ വന്നപ്പോ ഞങ്ങൾ ഹെൽമെറ്റ് ഒക്കെ വെച്ച് കറക്റ്റ് ആണ്. ഞങ്ങളുടെ ഒരാൾക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്നിട്ട് ബാക്കിൽ ഞങ്ങൾ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അത് ഓക്കെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഷാരോൺ എന്ന് പറഞ്ഞ എൻ്റെ ഫോൺ വീട്ടിലേക്ക് വിളിച്ചിട്ട്, ഞങ്ങൾ കഞ്ചാവ് അടിക്കുന്ന സ്ഥലത്താണ്, ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞത്. അവൻ്റെ വീട്ടിൽ നല്ല പ്രശ്നമായിട്ടുണ്ട്. അതുകൂടാതെ വീട്ടിലേക്കൊക്കെ രാത്രി ഇങ്ങനെ ഈ നേരത്തെ കഞ്ചാവ് അടിക്കുന്ന സ്ഥലത്താണ്, സ്പോട്ടിലാണെന്ന് വിളിച്ച് പറയുമ്പോൾ വീട്ടുകാർക്കാണ് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൂടാതെ ഞങ്ങൾ കഞ്ചാവ് ഞങ്ങളെ സ്റ്റേഷനിൽ കയറ്റും, ഞങ്ങൾ ഇവിടെ നിന്ന് കരഞ്ഞിട്ടേ പോകുള്ളൂ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ അറ്റാച്ച് ചെയ്യാം. അത് മാത്രമല്ല, ഞാൻ ആളോട് പറഞ്ഞു എൻ്റെ വേണമെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്യാം, എന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ കേസ് എടുക്കാൻ പറ്റുന്ന കേസ് എടുത്തോന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആളെ നിന്റെ സ്റ്റേഷനിൽ വണ്ടിയിൽ കയറാൻ എന്നോട് പറയാം. വണ്ടിയിൽ കയറാൻ നിങ്ങൾക്ക് പേരിൽ FIR ഇട്ടാണ്. എന്തിന്റെ പേരിലാണ് ഞങ്ങൾ FIR ഇടുന്നത്? ഞങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല എന്നാണോ അവർ പറയുന്നത്? ഇതിന് മുകളിലുള്ള അധികൃതർ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു നടപടി എടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. എന്തായാലും ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരു എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഒരു SI ആണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം ഒരു പാണ്ടുള്ള ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പിൽ കയറി പോവുകയാണ് ചെയ്തത്. ഒരു മുഖത്തൊരു പാണ്ട്, നല്ല രീതിയിൽ പാണ്ടുള്ള ഒരു SI ആണ് ഞങ്ങളുടെ പേരിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇതിനു വേണ്ടി പോലീസുകാർ അക്രമം നിർത്താൻ വേണ്ടി ഞങ്ങൾ ഏതറ്റം വരുമ്പോൾ ഓക്കെ, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കാണും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ പറയുന്ന പിള്ളേരുടെ ഭാഗത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ പറയുന്ന പോലീസുകാർ ചെന്ന് ഈ 3-4 പേരോട് ഇടപഴകുന്ന സമയത്ത് ഇവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കഞ്ചാവ് അടിച്ചിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ FIR ഇടും, നിങ്ങൾ ആരും ഇവിടെ നിന്ന് നേരെ ചൊവ്വേ പോവില്ല. അതൊരു ഭീഷണിയാണ്. നിങ്ങൾ ആരും നേരെ ചൊവ്വേ ഇവിടെ നിന്ന് പോയിട്ടില്ല. ഇവർ ഈ പറയുന്ന സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് നേരെ ചൊവ്വേ പോവില്ല. ഇതിനു മുമ്പും ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ ആരും നേരെ ചൊവ്വേ പോയിട്ടില്ല. അപ്പം ഈ പറയുന്നവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഞങ്ങൾ അടിക്കാൻ പോവുകയാണ്, അതായത് ഈ പോലീസുകാർ ഞങ്ങൾ അടിക്കാനായിട്ട് പോവുകയാണോ? അപ്പോൾ പറയുന്നത് അടിക്കാനല്ല, ഒരു FIR അങ്ങോട്ട് ഇട്ട് തരുമെന്ന്. എന്താ പറയണേ? ഈ പറയുന്ന പോലെ ഒരു സാധാരണക്കാർ ഒരു രാത്രി ചായ കുടിക്കാൻ വേണ്ടി ഒരു 3-4 കൂട്ടുകാർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്നിരിക്കുന്ന സമയത്ത് അവർ കഞ്ചാവ് അടിക്കാനിരിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ FIR ഇടും, ഇവരുടെ ജീവിതം ഇല്ലാതാക്കും എന്നൊക്കെ പറയണത് എന്ത് മര്യാദയുടെ പുറത്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്തൊരു പയ്യൻ്റെ വീട്ടിലേക്ക് വിളിച്ചു, നിങ്ങളുടെ മകൻ രാത്രി ഇവിടെ കഞ്ചാവ് അടിക്കാൻ വന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നതൊക്കെ എന്ത് മര്യാദയുടെ പുറത്താണ്? പോലീസുകാർക്ക് എന്ത് അധികാരമുണ്ട് ഇത്തരത്തിൽ ഇവരുടെ വീട്ടിലൊക്കെ വിളിച്ച് പാരൻസിനോട് ഇവർ കഞ്ചാവ് അടിക്കാൻ വേണ്ടി രാത്രി വന്നിരിക്കുകയാണ്, കൂട്ടുകാരൊരുമിച്ച് മറ്റേ പരിപാടിക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിലൊക്കെ വിളിച്ച് പറയുന്നത്? ഈ പറയുന്ന വീട്ടിൽ വിളിച്ച് അറിയിക്കുന്ന സമയത്ത്, ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പയ്യൻ്റെ വീട്ടിലോട്ട് വിളിച്ച് ഇത്തരത്തിലൊരു കാര്യം പറയുന്ന സമയത്ത് ആ ഒരു പാരൻസിൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയ മകൻ
പെട്ടെന്നൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വിളിച്ചിട്ട് ഞാൻ ദേ ഇന്ന സ്റ്റേഷനിൽ SI ആണ്, നിങ്ങളുടെ മകൻ ഇവിടെ കഞ്ചാവ് അടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇവനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്, ഇവൻ്റെ പേരിൽ FIR ഇടാൻ പോവാണ്. ഇത്തരത്തിലൊക്കെ പെട്ടെന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് തങ്ങളുടെ മക്കളെ പറ്റി പറയുന്ന സമയത്ത് ആ ഒരു പാരൻസിൻ്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പോലീസുകാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് ഇടപഴകുന്നത് എന്താണെന്നാണ് മനസ്സിലാവാത്തത്. ഇത് എല്ലാ പോലീസുകാരല്ല കേട്ടോ പറയുന്നത്. പോലീസിൽ ഒരുപാട് മാന്യമായിട്ടുള്ള വ്യക്തികളുണ്ട്, ഒരുപാട് ജനങ്ങളോട് ഒത്ത് ഇടപഴകി അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ളവരും ഇവിടെ ഉണ്ട്. അതായത് ഈ പറയുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പോലീസുകാരും ഈ ഒരു നാട്ടിലുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഗവൺമെൻറ്റും ഈ പറയുന്ന മേലുദ്യോഗസ്ഥന്മാരും കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പോലീസുകാർക്കെതിരെ കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ജനങ്ങൾക്ക് ഈ പറയുന്ന പോലീസുകാരോടുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഇല്ലാതാവുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലീസുകാർ ഇത്തരത്തിൽ ഇടപഴകുന്ന സമയത്ത് ഇപ്പോൾ മാന്യമായിട്ടുള്ള പോലീസുകാരെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് അവരോട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടൊരു പേടി വരും. അല്ലെങ്കിൽ നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയാനായിട്ടും ഒരു വിശ്വാസമില്ലാത്ത പോലെ ആയിപ്പോവും. അപ്പോൾ അത്തരത്തിൽ ഈ പോലീസുകാരൊരിക്കലും ജനങ്ങളോട് ഇടപഴകരുതെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. കാരണം ഭയങ്കര മോശമാണത്. കാരണം നമ്മുടെ ഈ ഒരു നാടിൻ്റെ സേഫ്റ്റി ഏറ്റവും കൂടുതൽ നോക്കേണ്ട ആളുകളാണ്. അതിനുള്ളത് ഈ ട്രെയിനിങ്ങും അതിനുള്ള പോലുള്ള ക്ലാസ്സുകളും അതുപോലെ അത്രയും നാൾ ഇതിനു വേണ്ടി പഠിച്ച് ഈ ഒരു ജോലി അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരൊരിക്കലും ഇതുപോലെ ജനങ്ങളോട് മോശമായിട്ട് ഇടപഴകില്ല. പിന്നെ പേഴ്സണലായിട്ടുള്ള ഗ്രഡ്ജ് തീർക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമേ അല്ല പോലീസ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇപ്പോൾ പേഴ്സണലി എൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ചെറുപ്പം തൊട്ട് തന്നെ പോലീസ് ഉദ്യോഗവും അതുപോലെ തന്നെ പോലീസുകാരെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലീസ് ജോലിയോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ പോലീസ് ജോലികളെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഇപ്പം ചെറുപ്പത്തിലെ ഉത്സവ പാടങ്ങളിലൊക്കെ പോകുമ്പോൾ തോക്കൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത്രയും ഈ പറയുന്ന പോലീസ്, ആർമി അല്ലെങ്കിൽ അത്തരത്തിൽ യൂണിഫോം ഇട്ട് ചെയ്യുന്ന ജോബുകളോട് കുറച്ചുകൂടി താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഫീലിംഗ് അടിക്കും. കാരണം നമ്മൾ അങ്ങനെയല്ല ഈ പറയുന്ന പോലീസ് ആ ഒരു സേനയൊക്കെ മനസ്സിലെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ജനങ്ങളോട് ഇത്രയും മോശമായിട്ട് ഇടപഴകുന്ന കാണുന്ന സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ആ ഒരു പയ്യൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ടതും FIR ഇടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ പറയുന്ന പോലെ കഞ്ചാവോ മദ്യമോ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, വേണമെങ്കിൽ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. കാരണം ഇവർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പയ്യൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഇവൻ ഈ പറയുന്ന പോലെ കഞ്ചാവോ മദ്യമോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നവൻ്റെ വീട്ടിൽ വിളിച്ച് ഈ ഒരു കാര്യം അറിയിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പയ്യന്മാരുടെയൊക്കെ വണ്ടിയുടെ ബുക്കും ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് അതിനകത്ത് യാതൊരു കുഴപ്പങ്ങളും ഇല്ലെന്ന് മനസ്സിലായി. ഇവർക്ക് ഈ പറയുന്ന ഇവരുടെ ബ്ലഡ് ചെക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് പിന്നെ വരുന്നത് പേഴ്സണലായിട്ടുള്ള ഗ്രഡ്ജാണ്. അതായത് ഇവരോട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ താണുകയാണ് സംസാരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അങ്ങനെ താണുകയാണ് സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നേ. ഈ പറയുന്ന തെറ്റ് ഭാഗത്തുള്ളവരൊക്കെ അവർക്കിങ്ങനെ പഞ്ചപുച്ചടക്കി സോറി സാർ ഇനി ചെയ്യില്ല സാർ എന്ന് പറഞ്ഞ് നിൽക്കാം. പക്ഷേ ഇവരോട് ഇടപഴകുന്ന സമയത്ത് ഒരു ബഹുമാനം ഈ സാധാരണ ജനങ്ങൾക്ക് കൊടുത്തില്ല എങ്കിൽ, ആ ഒരു ജനങ്ങളുടെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല എങ്കിൽ കൃത്യമായിട്ട് അവർക്കത് ഒപ്പോസ് ചെയ്യാനും അത് ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഈ പറയുന്ന ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അതിനുള്ള അവകാശവും അധികാരവും ഉണ്ട്. അപ്പോൾ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ പോലീസുകാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ഇതിനോട് ബന്ധപ്പെടുന്ന ഒത്തിരി വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നുണ്ട്, ഇത്തരത്തിൽ പോലീസുകാരെ ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പോലീസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് നല്ല വ്യക്തികളുണ്ട്, ഒരുപാട് ജനങ്ങളെ അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നവരും ഈ ഒരു പാവപ്പെട്ട ജനങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പോലീസുകാർക്കും ചെറിയൊരു മോശക്കേടായിട്ട് വരും ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്